കക്കാടംപൊയിൽ ബത്തേരി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന KSRTC ബസ് സർവീസ് നിർത്തിയത് പ്രദേശവാസികളുടെ യാത്രാക്ലേശം രൂക്ഷമാകുന്നു. നിർത്തിവെച്ച സർവീസ് ഉടൻ പുനരാരംഭിക്കണമെന്ന് കേരള കോൺഗ്രസ് എം കക്കാടംപൊയിൽ യൂണിറ്റ് യോഗം ആവശ്യപ്പെട്ടു. നിർത്തലാക്കിയ കക്കാടംപൊയിൽ ബത്തേരി KSRTC ബസ് പുനരാരംഭിക്കുവാൻ നടപടി വേണമെന്ന് കേരള കോൺഗ്രസ് എം കക്കാടംപൊയിൽ യൂണിറ്റ് യോഗം ആവശ്യപ്പെട്ടു. വർഷങ്ങളായി കക്കാടംപൊയിലിന് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഈ ബസ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് സർവീസ് നിർത്തിവെച്ചിരുന്നു. 3 ട്രിപ്പ് സർവീസ് നടത്തിയിരുന്ന ബസ് ഇല്ലാതായതോടെ ഈ പ്രദേശത്ത് രൂക്ഷമായ യാത്രാക്ലേശമാണ് അനുഭവപ്പെടുന്നത്. വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ കക്കാടംപൊയിലിന് പിന്നെ ബസ് കിട്ടണമെങ്കിൽ രാത്രി 8:30 വരെ കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ഏകദേശം 20 വർഷക്കാലം മുമ്പ് കൂമ്പാറയിൽ നിന്നും ബത്തേരിയിലേക്ക് ആരംഭിച്ചിട്ടുള്ള കൂമ്പാറ, കോടഞ്ചേരി കൂടി തിരുവമ്പാടി കൂടി ബത്തേരിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ബസ് ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് നിർത്തുകയും ഒരു കാലത്ത് അത് ഏകദേശം ഒരു 25,000 രൂപ കളക്ഷൻ ഉണ്ടായിരുന്ന വണ്ടി ഈ മലയോര മേഖലയിലെ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്തുകൊണ്ട് ഇവിടുത്തെ മലയോര മേഖലയിലെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് ജീവനക്കാരും മറ്റ് വയനാട് മേഖലയിലേക്ക് ബന്ധപ്പെടാനുള്ള ആളുകൾ മുഴുവൻ ആളുകളും രാവിലെ യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു വാഹനമായിരുന്നു. പക്ഷെ അത് കക്കാടംപൊയിൽ റോഡ് നന്നാക്കിയ ശേഷം കക്കാടംപൊയിലേക്കും അതിനുശേഷം നായാടംപൊയിൽ നിന്നും ആരംഭിച്ചു. ആ വണ്ടി കാലക്രമേണ വണ്ടിയുടെ പഴക്കം കാരണവും കളക്ഷൻ കുറവെന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ആ വാഹനം ഒരു 6 മാസത്തിനുള്ളിൽ നിർത്തിയുണ്ടായിരുന്നു. താമരശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച വണ്ടി തിരുവമ്പാടി ഡിപ്പോ തുടങ്ങുകയും തിരുവമ്പാടി ഡിപ്പോയിലേക്ക് അത് കൈമാറുകയും ചെയ്തു. അതിനുശേഷം ആ വണ്ടി പല പ്രാവശ്യം ഇങ്ങനെ കംപ്ലൈൻറ്റ് വരികയും അത് നിർത്തിപ്പോവുകയുമാണ് ഉണ്ടായത്. യൂണിറ്റ് പ്രസിഡന്റ് റോബിൻസ് തടത്തിലിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. മണ്ഡലം പ്രസിഡന്റ് എലൻ ഫ്രാൻസിസ്, ജോർജ് തടത്തിൽ, ജോണി പ്ലാക്കാട്ട്, ജോർജ് പുലക്കുടിയിൽ, ജോൺസൺ കുളത്തുങ്കൽ, വിൽസൺ പുല്ലുവേലിൽ, തങ്കച്ചൻ കുന്നേൽ, റെജി ഊന്നനാൽ, ബെന്നി തടത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.